ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബ്രാഞ്ച് അക്കൗണ്ട് പാർട്ട് 1 ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷനും അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ജേണൽ എൻട്രീസ് എഴുതുന്നതും നമ്മൾ പറഞ്ഞിരുന്നു. നെക്സ്റ്റ് നമ്മൾ ആ ജേണൽ എൻട്രീസ് എഴുതിയത് നമ്മൾ നേരെ ഒരു ബ്രാഞ്ച് അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ ജേണലിൽ നിന്ന് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറയുന്നത് നമ്മൾ ആ എൻട്രി എടുത്ത് നോക്കിയാൽ കണ്ടിട്ടുണ്ടായിരിക്കുന്നത് ടു റെക്കോർഡ് ഓപ്പണിംഗ് ബാലൻസസ് ഓഫ് അസറ്റ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾക്ക് നമ്മളെ കയ്യിലുള്ള എല്ലാ അസറ്റുകളും എന്ത് ചെയ്യാണ് ഈ ഒരു ബ്രാഞ്ച് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യണം. ഫസ്റ്റ് എൻട്രി എന്താണെന്ന് വെച്ചാൽ ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ടു ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ടു ബ്രാഞ്ച് പെറ്റി ക്യാഷ് അക്കൗണ്ട് ടു ബ്രാഞ്ച് അതർ അസറ്റ്സ് അക്കൗണ്ട്. ഇങ്ങനെയാണ് അത് നമ്മൾ വന്നിട്ടുള്ളത്. ആ എൻട്രീസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ ഫസ്റ്റ് നോക്കാം, നമ്മൾ നേരെ ടു ഓപ്പണിംഗ് ബാലൻസസ്. എന്നിട്ട് എന്താ ചെയ്യുക, നമ്മൾ ഓരോ അസറ്റുകളും അതിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതി. ഓക്കെ, ടു ബാലൻസ് ബ്രോഡ് ഓൺ സ്റ്റോക്ക് അക്കൗണ്ട്, ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്, പെറ്റി ക്യാഷ് അക്കൗണ്ട്, ഫിക്സ്ഡ് അസറ്റ്സ്, പ്രീപെയ്ഡ് എക്സ്പെൻസസ്. ഓപ്പണിംഗ് ബാലൻസ്, അതായത് ഈ കണ്ട അസറ്റുകളുടെ എല്ലാ ഓപ്പണിംഗ് ബാലൻസുകൾ നമ്മൾ എന്ത് ചെയ്തു അതിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതി. അത് ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ ടു അസറ്റ്സ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇത് നമ്മൾ അതിൻ്റെ എന്തെങ്കിലും ക്ലോസിങ്, കഴിഞ്ഞ വർഷത്തെ എന്തെങ്കിലും ക്ലോസിങ് ലയബിലിറ്റീസ് ഉണ്ടെങ്കിൽ അതും നമ്മൾ എന്ത് എഴുതണം, അത് ഇവിടെ അതിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. അതാണ് ബൈ ബാലൻസ് ബ്രോഡ് ഓൺ, അതായത് ലയബിലിറ്റീസ്. ഇവിടെ ഇതിൽ കൊടുത്തിട്ടുള്ള 2 ലയബിലിറ്റീസാണ് എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത്, ക്രെഡിറ്റേഴ്സും ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസും. അപ്പോൾ ആ 2 കാര്യങ്ങൾ എടുത്ത് എഴുതി കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് ഗൂഡ്സ് സെൻഡ് ടു ദി ബ്രാഞ്ച് എന്ന് പറയുന്ന ഒരു മൂന്നാമത്തെ എഴുതിയിട്ടുണ്ട്, നമ്മൾ ഒരു ജേണൽ എഴുതിയിട്ടുണ്ട്. അതെങ്ങനെ ട്രാൻസ്ഫർ ചെയ്താണ് പറയുന്നത്. എന്തായിരിക്കും, ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. ഈ ഒരു എൻട്രിയെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊന്ന് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഇങ്ങനെയായിരിക്കും, ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, അതായത് ഒരു ഹെഡ് ഓഫീസിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് എത്ര ഗുഡ്സ് സെൻഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു കണക്കായിരിക്കും നമ്മളിവിടെ എഴുതുന്നത്. ദെൻ നെക്സ്റ്റ് ടു ബാങ്ക്, അതായത് ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്, അതായത് നമ്മളെ ബ്രാഞ്ചിന് എന്തെങ്കിലും ക്യാഷിന് ആവശ്യമുണ്ടെങ്കിൽ അതിന് ക്യാഷ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഓക്കെ, റെമിറ്റൻസ് ബൈ ഹെഡ് ഓഫീസ് എന്താണ് അതിൻ്റെ ബ്രാഞ്ചിലേക്ക് സെൻഡ് ചെയ്തിട്ടുള്ള എമൗണ്ട്. ഫസ്റ്റ് വരുന്നത് എന്താണ്, ക്യാഷ് ഫോർ എക്സ്പെൻസസ് എന്ന് പറഞ്ഞത് കൊടുത്തിട്ടുണ്ട്, പെറ്റി ക്യാഷ് ഉണ്ട്. അങ്ങനെ എന്തൊക്കെയാണോ ഒരു ബ്രാഞ്ചിൻ്റെ എക്സ്പെൻസ് അത് മീറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുള്ള എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എമൗണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് ഇതിൽ എഴുതേണ്ടത്. ഓക്കെ, ദെൻ ലാസ്റ്റ് വന്നത് അതിൻ്റെ ക്ലോസിംഗ് ബാലൻസ്, അതായത് ഇപ്പോൾ ഇതിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണാം ലയബിലിറ്റീസിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ആണ്. അപ്പോൾ ബാലൻസ് ക്യാരിഡ് ഓൺ ക്രെഡിറ്റേഴ്സ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്. നമ്മൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ത് ചെയ്യുക, നമ്മൾ ഇങ്ങോട്ട് വേണം എന്തെങ്കിലും ഇഫ് പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് കമ്പനിയുടെ ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക. അതുകൊണ്ടാണ് ഇവിടെ ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് എഴുതിയിട്ടുള്ളത്. ദെൻ നമുക്ക് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ഗുഡ്സ് റിട്ടേൺഡ് ബൈ ദി ബ്രാഞ്ച് ടു ഹെഡ് ഓഫീസ്, അതായത് നമ്മളെ ബ്രാഞ്ച് ഓഫീസിൽ നമ്മൾ ആ ഒരു ബാലൻസ് വരുന്ന ഗുഡ്സ് എന്ത് ചെയ്യണം, നമ്മൾ തിരിച്ച് എങ്ങോട്ട് കൊടുക്കണം, ഹെഡ് ഓഫീസിലേക്ക് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ എൻട്രിയാണ് വരുന്നത് ബൈ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. അപ്പോൾ എൻട്രി കറക്റ്റ് വരെ എന്തായിരിക്കും, ഗുഡ്സ് സെൻഡ് ടു അക്കൗണ്ട് ഡെപ്റ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട് ആയിരിക്കും. അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ബൈ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. അതായത് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്, അതായത് ഇവിടെ ഗുഡ്സ് എന്ത് ചെയ്യാണ്ട് നമ്മൾ ബ്രാഞ്ചിലേക്ക് സെൻഡ് ചെയ്തു. ആ സെൻഡ് ചെയ്ത സാധനം എന്ത് ചെയ്യാണ്, ബാലൻസ് വരുന്നത് എന്ത് ചെയ്യാണ്, തിരിച്ച് ഹെഡ് ഓഫീസിലേക്ക് വന്ന എൻട്രിയാണ് കൊടുത്തത്. രണ്ടും ഒരു അക്കൗണ്ടിൽ നിന്നാണ് പോകുന്നത്, അതായത് ഒരു അക്കൗണ്ടിൽ നിന്ന് പോയി ദെൻ നെക്സ്റ്റ് എന്താണ് ബാലൻസ് വരുന്നത് ആ അക്കൗണ്ടിലേക്ക് തന്നെ വന്നു. അതുകൊണ്ടാണ് ഇവിടെ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ടും ഇവിടെയും അതുപോലെ തന്നെ ക്രെഡിറ്റ് സൈഡിലും ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് വരാനുള്ള കാരണം. നെക്സ്റ്റ് എന്താണ്, ക്ലോസിംഗ് ബാലൻസ് ആണ്, ബാലൻസ് ക്യാരിഡ് ഓൺ, അതായത് അസറ്റിൻ്റെ ക്ലോസിംഗ് ബാലൻസുകളായിരിക്കും എന്ത് ചെയ്യുക അതിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ റെക്കോർഡ് ചെയ്യാം. നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് ജേണൽ എൻട്രീസും അതുപോലെ തന്നെ ഒരു ലെഡ്ജർ എൻട്രി ആയ ബ്രാഞ്ച് അക്കൗണ്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞു, അതിൻ്റെ സ്പെസിമെൻ നോക്കിക്കഴിഞ്ഞ്. അതിന് ചെറിയൊരു എക്സാമ്പിളാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. മമത ട്രേഡേഴ്സ് ഓഫ് കേരള ഹാവ് ബ്രാഞ്ച് അറ്റ് കണ്ണൂർ. മമത ട്രേഡേഴ്സിന് കണ്ണൂർ ബ്രാഞ്ച് ഉണ്ട്. ആ ബ്രാഞ്ചിൻ്റെ ക്ലോസിംഗ് സമയത്തുള്ള ബാലൻസുകളാണ് അവിടെ തന്നിട്ടുള്ളത്. ഇവിടെ ഫസ്റ്റായിട്ട് തന്നിട്ടുള്ളത് നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ആണ്, അതായത്
1 April 2019 തന്നിട്ടുള്ള ഓപ്പണിംഗ് ബാലൻസ് ആണ് തന്നിട്ടുള്ളത്, സ്റ്റോക്കും ഡെപ്റ്റേഴ്സും പെറ്റി ക്യാഷും. ദെൻ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, ആ ഒരു വർഷം എത്ര ഗുഡ്സ് ബ്രാഞ്ചിലേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഒരു വർഷം 1,50,000 രൂപ 1,50,000 എമൗണ്ട് വരുന്ന ഗുഡ്സ് ആ ഒരു വർഷം എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ണൂർ ബ്രാഞ്ചിലേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ക്യാഷും എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു വർഷം കണ്ണൂർ ബ്രാഞ്ചിലേക്ക് കൊടുത്തിട്ടുണ്ട്, സാലറി ആയിട്ടും റെൻ്റായിട്ടും പെറ്റി ക്യാഷ് ആയിട്ടും. അതുപോലെ തന്നെ ബ്രാഞ്ചിൽ നിന്ന് ക്യാഷ് തിരിച്ച് ഇങ്ങോട്ട് കിട്ടിയിട്ടുമുണ്ട്, ക്യാഷ് സെയിൽസിൻ്റെ രീതിയിൽ. അതുപോലെ തന്നെ ഡെപ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നും. അതുപോലെ തന്നെ ഒരു ക്ലോസിംഗ് ബാലൻസുകളാണ് തന്നിട്ടുള്ളത്, സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, പെറ്റി ക്യാഷ്. വളരെ എളുപ്പത്തിലാണ്, വളരെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുള്ളത്. നമ്മൾ ആ ഒരു ഫോർമാറ്റ് നോക്കിയിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, ആ ഒരു ജേണലിലേക്ക് നമ്മളത് എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ഒരു ഇത് എങ്ങോട്ടും പോസ്റ്റ് ചെയ്യണം, ആ ഒരു ബ്രാഞ്ച് അക്കൗണ്ടിലേക്കും പോസ്റ്റ് ചെയ്യണം. വളരെ എളുപ്പമാണ്, നിങ്ങളൊന്ന് അതൊന്ന് ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, തൊട്ട് മുമ്പ് തന്നിട്ടുള്ള ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മളൊരു ജേണലൈസ് ചെയ്യുക. അപ്പോൾ ബുക്സ് ഓഫ് ഹെഡ് ഓഫീസാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇപ്പോൾ പറഞ്ഞ ഈ ബ്രാഞ്ച് അക്കൗണ്ടും അതുപോലെ തന്നെ ഈ ജേണൽ എൻട്രീസും ഇൻ ദി ബുക്സ് ഓഫ് ഹെഡ് ഓഫീസിലായിരിക്കും എന്ത് ചെയ്യുക, നമ്മളിതിൻ്റെ അക്കൗണ്ട്സ് ചെയ്യുന്നത്. അപ്പോൾ ഹെഡ് ഓഫീസിൻ്റെ ബുക്സിലാണ് ഈ ജേണൽ എൻട്രീസ് എഴുതുന്നത്. അപ്പോൾ ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ആര് തന്നെയാണ്, ഈ ഹെഡ് ഓഫീസാണ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ നോക്കാം, എന്താണ് ഓപ്പണിംഗ് ബാലൻസാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ എന്ത് ചെയ്യുക, നേരിട്ട് എഴുതുക. നമ്മൾ തൊട്ട് മുമ്പ് എൻട്രി നമ്മൾ ഫസ്റ്റ് എഴുതിയാണ് എന്താണ്, ബ്രാഞ്ച് അക്കൗണ്ട് അപ്പ് ടു അസറ്റ്സ് എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ബ്രാഞ്ച് നമുക്ക് ഇതിന് പെർട്ടിക്കുലർ ബ്രാഞ്ച് ആണെങ്കിൽ അതിൻ്റെ പേര് തന്നിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ എന്ത് എഴുതുക, ഡേറ്റ് എഴുതുക 1/4/2019. ബ്രാഞ്ചിൻ്റെ പേര് നമുക്കിവിടെ ബ്രാഞ്ച് കറക്റ്റായിട്ട് തന്നിട്ടുണ്ട്, ബ്രാഞ്ചിൻ്റെ പേര് എഴുതണം. പേരെന്ന് പറഞ്ഞാൽ കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട്. ഇവിടെ ഈ ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ പേര് എഴുതാൻ കാരണം ഒരു കമ്പനിക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ബ്രാഞ്ച് ഉണ്ടായിരിക്കും. അപ്പം കണ്ണൂരാണെങ്കിൽ കണ്ണൂർ, കാസർഗോഡാണെങ്കിൽ കാസർഗോഡ്. അപ്പോൾ അങ്ങനെ ഒരു മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ആ ബ്രാഞ്ചിൻ്റെ പ്ലേസ് നമ്മൾ അതിൻ്റെ കൂടെ എഴുതുന്നത്. ടു ബ്രാഞ്ച് സ്റ്റോക്ക്, കണ്ണൂർ സ്റ്റോക്ക് എഴുതുക. സ്റ്റോക്ക് എത്ര എമൗണ്ട് നമ്മൾ തന്നിട്ടുള്ളത്, 50,000. ദെൻ ടു ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ്, എമൗണ്ട് എത്ര തന്നിട്ടുള്ളത്, 40,000. ദെൻ ടു ബ്രാഞ്ച് പെറ്റി ക്യാഷ്, എമൗണ്ട് തന്നിട്ടുള്ളത് 2,000. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ആയി തന്നിട്ടുള്ളത്. എന്ത് ചെയ്യുക, നമ്മൾ ഈ സൈഡിൽ അറിയുന്ന എമൗണ്ട് ടോട്ടൽ ചെയ്തിട്ട് സെയിം ബാലൻസ് തന്നെയാണ് ഇവിടേക്ക് എഴുതാം. അപ്പോൾ 50, 40, 90, 90, അപ്പോൾ 92,000 ആണ് പോയി. അപ്പോൾ 92,000 ഇവിടെ എഴുതും. നറേഷനായിട്ട് ഓപ്പണിംഗ് ബാലൻസസ് അക്കൗണ്ട്. ഓക്കെ, താഴെ വരയ്ക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇത് കഴിഞ്ഞു. ദെൻ അങ്ങനെ 1 by 1 ആയിട്ട് നമ്മൾ ഓരോന്നും എഴുതുക. നമ്മൾ ഓരോ അസറ്റുകളും അത് ജേണലൈസ് ചെയ്തു. ഫസ്റ്റ് നമ്മൾ പറഞ്ഞതാണ്. ദെൻ നെക്സ്റ്റ് കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട് അപ് ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് എന്താണ്, ഗുഡ്സ് എന്താണ് ബ്രാഞ്ചിലേക്ക് സെൻഡ് ചെയ്തു 1,50,000. ദെൻ അടുത്ത് വരുന്നത് കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട് അപ് ടു ബാങ്ക്, അതായത് കണ്ണൂർ ബ്രാഞ്ചിലേക്ക് ക്യാഷ് കൊടുത്തിട്ടുള്ളത്, അതായത് ബാങ്ക് വഴി എത്ര രൂപ കൊടുത്തു, 16,000 രൂപ എന്ത് ചെയ്തു, കണ്ണൂർ ബ്രാഞ്ചിലേക്ക് ഹെഡ് ഓഫീസിൽ നിന്ന് കൊടുത്തു. ഓക്കെ, നമ്മൾ മൊത്തം ചുരുക്കാണ് എഴുതിയിട്ടുള്ളത്. സാലറി 5,000, അതുപോലെ തന്നെ റെൻറ്റ് 6,000, പെറ്റി ക്യാഷ് 5,000, എല്ലാവരുടെയും കൂട്ടി കഴിഞ്ഞാൽ 16,000. ഓക്കെ, ഈ ഒരു എമൗണ്ട് അങ്ങനെ നമ്മൾ കമ്പൈൻ ചെയ്ത് എഴുതിയതാണ്. അടുത്തത് ബാങ്ക് അക്കൗണ്ട് അപ് ടു കണ്ണൂർ ബ്രാഞ്ച്. കണ്ണൂർ ബ്രാഞ്ചിൽ നിന്ന് ക്യാഷ് എത്രത്തോളം
എമൗണ്ട് ഹെഡ് ഓഫീസിലേക്ക് വന്നു എന്നാണ്. എന്താണ് ക്യാഷ് സെയിൽസ് രീതിയിലും ഡെപ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ രീതിയിലുമാണ് കൊടുത്തിട്ടുള്ളത് 2,70,000. പിന്നെ ക്ലോസിങ് അസറ്റും കാര്യങ്ങളൊക്കെയാണ് അടുത്ത് വരുന്നത്. ക്ലോസിങ് എൻട്രീസ് ആണ്. സ്റ്റോക്ക് അക്കൗണ്ട് ഡെപ്റ്റർ, ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്, ബ്രാഞ്ച് പെറ്റി ക്യാഷ് ടു കണ്ണൂർ ബ്രാഞ്ച്. ഓക്കെ, ക്ലോസിങ് ബാലൻസ് നമ്മൾ എന്താണ് എഴുതി. നെക്സ്റ്റ് നമുക്ക് അത് ബാലൻസ് ചെയ്ത സമയത്ത് എന്ത് ചെയ്യും, നമുക്ക് പ്രോഫിറ്റാണോ ലോസ് ആണോ എന്ന് മനസ്സിലാക്കാം. ഈ ഒരു എമൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു 58,000 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബാലൻസിങ് ഫിഗറാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു എമൗണ്ട് കിട്ടുന്നെങ്കിൽ അതൊന്ന് ബാലൻസ് ചെയ്ത് നോക്കണം. കാരണം നമ്മളെ എക്സ്പെൻസും ഇൻകവും കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്കിത് പ്രോഫിറ്റാണോ ലോസ് ആണോ എന്ന് കിട്ടുള്ളൂ. അപ്പോൾ മിക്കവാറും ഇത് കിട്ടണമെങ്കിൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ ബ്രാഞ്ച് അക്കൗണ്ട് വരച്ചാലായിരിക്കും ഒന്നുകൂടി എളുപ്പത്തിൽ ഈ ഒരു എമൗണ്ട് കിട്ടും. ഏറ്റവും നല്ലത് നിങ്ങൾ ഇതുവരെ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, വരച്ച് കഴിഞ്ഞിട്ട് ബാലൻസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ എമൗണ്ട് എടുത്ത് എഴുതാം. അത് നമ്മളോട് ബ്രാഞ്ച് അക്കൗണ്ടും കൂടി വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അത് ബാലൻസ് ചെയ്ത് കണ്ടെത്തേണ്ടി വരും. അടുത്തായി നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് ചെയ്തിട്ടുള്ള ജേണൽ എൻട്രീസ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ലെഡ്ജർ അക്കൗണ്ടായ ബ്രാഞ്ച് അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യാം. ഓരോ എൻട്രീസും നേരത്തെ ഞാൻ പോസ്റ്റിംഗ് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട് അപ് ടു പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഓപ്പണിംഗ് ബാലൻസുകൾ എഴുതി, അതുപോലെ തന്നെ ഗുഡ്സ് സെൻഡ് ചെയ്ത എമൗണ്ട് എഴുതി, ബാങ്കിൽ നിന്ന് എക്സ്പെൻസ് ആയിട്ട് ഹെഡ് ഓഫീസ് കൊടുത്തുള്ള എമൗണ്ടുകൾ എഴുതി. നെക്സ്റ്റ് നമ്മൾ ആ സൈഡിലേക്ക് എന്താണ് ബ്രാഞ്ചിൽ നിന്ന് എത്ര എമൗണ്ട് ഹെഡ് ഓഫീസിലേക്ക് വന്നു എന്നതിനെ കുറിച്ചുള്ള എമൗണ്ട് നമ്മൾ എഴുതി, റെമിറ്റൻസ് ടു ഹെഡ് ഓഫീസ്. ദെൻ ബാലൻസ് ക്യാരി ഡൗൺ, അതായത് അസറ്റിൻ്റെ ക്ലോസിംഗ് ബാലൻസുകൾ എഴുതി കഴിഞ്ഞിട്ട് രണ്ട് ഭാഗം നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗം 3,16,000 3,16,000 നമുക്ക് കിട്ടി. ഇവിടെ അത്രത്തോളം എമൗണ്ട് വരുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം ഇത്രയും പോർഷൻ കൂട്ടി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, 3,16,000 നിന്ന് നമ്മൾ ഇത്രയും വരെ വരുന്ന എമൗണ്ട് നമ്മൾ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ബാലൻസ് ഫിഗറാണ് 58,000. അതൊരു ക്രെഡിറ്റ് സൈഡിൽ വന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് പ്രോഫിറ്റാണെന്ന് പറയാം. ഓക്കെ, അതുകൊണ്ടാണ് ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പറഞ്ഞുകൊണ്ട് ആ ഒരു എമൗണ്ട് തന്നിട്ടുള്ളത്.